നമ്മൾ കൃപാസനത്തിൽ എത്തിച്ചേരുമ്പോൾ പുതുതായിട്ട് എടുത്തുന്ന ആൾക്കാരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ദൈവമാണ് എന്നെ എൻ്റെ ഈ കഷ്ടപ്പാടിൻ്റെ കാലത്ത് എന്നെ ഇവിടെ കൊണ്ടുവന്നത്. ഇത് എല്ലാവർക്കും അറിയാം, ഇത് ദൈവമാണ് കൊണ്ടുവന്നതെന്നൊക്കെ അറിയാം. പക്ഷെ എന്നാ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻവെസ്റ്റ്മെൻറ്റ് നിങ്ങളുടെ വിഷയമായിട്ട് ആനുപാതികമല്ല. അതാ പ്രശ്നം. ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത് ദൈവമാണ് കൊണ്ടുവന്നതെന്നറിയാം, ബട്ട് അവരുടെ ഒരു മിനിമം ഡൗട്ട് ചില ആൾക്കാർ നിലനിർത്താനുണ്ട്. ഒക്കുമായിരിക്കും അല്ലേ? ചിലക്ക് കൃപാസനം മാതാവിൽ അനുഭവമില്ലാത്തത് കൊണ്ട് വിശ്വാസം ചിലർക്ക് ആദ്യഘട്ടങ്ങളിൽ കുറവായി വരാം. ചിലർക്ക് അവരിൽ തന്നെ വിശ്വാസമില്ല. അവർ ചോദിക്കണം, എനിക്ക് ഉടമ്പടി പൂർത്തിയാക്കാൻ പറ്റുമായിരിക്കുമോ? അവർ തന്നെ എനിക്ക് ഉടമ്പടി പൂർത്തിയാക്കാൻ പറ്റുമോ? അപ്പോൾ ഇത് ഉടമ്പടി എന്ന് പറയുമ്പോൾ ഇതെൻ്റെ വലിയ മഹാസംഭവമാണ്, ഇത് ആർക്കും ചെയ്യാൻ പറ്റാത്ത കാര്യമാണെന്നുള്ളൊരു ധാരണയിലാണ് അവരങ്ങനെ പറയണത്. പക്ഷേ ഇത് ശരിക്കും പറഞ്ഞാൽ സിമ്പിളാണ്. സാധാരണ അതിന് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ, സാക്ഷ്യങ്ങൾ, ഈ സന്ത്രാസമൊന്നുമില്ലാതെ ഇങ്ങനെ സാക്ഷ്യങ്ങൾ കേട്ടുകൊണ്ടിരിക്കണം. സാക്ഷ്യങ്ങൾക്കുള്ള പ്രശ്നം വെച്ചാൽ നിങ്ങൾക്കറിയാം, സാക്ഷ്യങ്ങളുടെ പോക്ക് എന്ന് പറയുന്നത് ഒരു ധ്യാന കേന്ദ്രമായതുകൊണ്ട് സ്വാഭാവികമായി അവിടെ ദൈവം പ്രവർത്തിക്കും. അങ്ങനെ വരുന്ന സ്വാഭാവിക സാക്ഷ്യങ്ങളല്ല ഇവിടുത്തെ പ്രശ്നം. ഇവിടുത്തെ സാക്ഷ്യത്തിന് ഒരു ദൈവികമായ ലക്ഷ്യമുണ്ട്. എന്താണ് ലക്ഷ്യം? ആ ലക്ഷ്യം അമ്മയുടെ പ്രത്യക്ഷീകരണം സഭ സ്ഥിരീകരിക്കണം. അതാണ് പ്രശ്നം. അപ്പോൾ നമ്മുടെ പ്രശ്നം അല്ലത്, അത് ദൈവത്തിൻ്റെ പ്രശ്നമാണ്. അമ്മയുടെ പ്രത്യക്ഷീകരണം സമയഘടികാരം നെഞ്ചിൽ ചാർത്തി 10-8 സൂചി കാണിച്ച് ദുരന്തമുണ്ടാകാൻ പോണ പ്രാർത്ഥിക്കണമെന്ന് 2004 പ്രത്യക്ഷപ്പെട്ട് സന്ദേശം നൽകിയ അമ്മയുടെ ഈ പ്രത്യക്ഷീകരണം തിരുസഭ അംഗീകരിച്ച് ലോകത്തിന് മാതാവിൻ്റെ സന്ദേശം കൈമാറണം. അതാണ് അതിനു വേണ്ടിയാണ് ഈ ഉടമ്പടി തന്നിരിക്കുന്നത്.